Hello, welcome to another lecture in influence line diagrams. In the last lecture, or in the last couple of lectures, we learned how to analyze the influence line diagrams for a simply supported beam. In this lecture, we learn how to draw the influence line diagrams for an overhanging beam. It's going to be relatively easy because we have already seen how to do it in simply supported beams, but it's going to be longer because we have some more many things to find out. Okay, so let's begin the lecture. So our question statement is similar to that of a simply supported beam. നമുക്കൊരു ഓവർഹാങ്ങിങ് ബീം എ ബി സി തന്നിട്ടുണ്ട്. എ ബി എന്നുള്ളതാണ് സപ്പോർട്ട്, എയിലും ബിയിലും സപ്പോർട്ട്, ബി സി എന്നുള്ളത് ഓവർഹാങ്ങിങ് പോർഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മളോട് ചോദിച്ചിരുന്നത് എയിലെയും ബിയിലെയും റിയാക്ഷന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, പിന്നെ ഒരു റാൻഡം പോയിന്റ് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. ടോട്ടൽ 4 കേസസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 കേസ് എക്സ്ട്രാ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ഓവർഹാങ് ബി സി. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കേസസ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ILD എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി, പിന്നെ എയിലെയും ബിയിലെയും 2 സപ്പോർട്ട്സിന് ഇടയ്ക്കുള്ള ഒരു പോയിന്റ്, അതായത് ഡി എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്ത പോയിന്റിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും. അപ്പം യൂണിറ്റ് ലോഡ് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പോകുമ്പോൾ ഡിയിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ അറിയണം. സിമിലർലി ബി സി എന്നുള്ള ഓവർഹാങ്ങിങ്ങിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ്, ഒരു റാൻഡം പോയിന്റ് ഇ, ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ. അപ്പം ഓർക്കണം, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ആർ ഡ്രോൺ വെനെവർ യൂണിറ്റ് ലോഡ് പാസസ് ഫ്രം വൺ പോയിന്റ് ടു ദ എൻഡ് പോയിന്റ് ഓഫ് ദ സ്ട്രക്ചർ. അതായത് 1 kN എന്നുള്ള ലോഡ് എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന വഴിക്കുണ്ടാകുന്ന ഈ ക്വാണ്ടിറ്റീസിന്റെ, ഈ റെസ്പോൺസ് ക്വാണ്ടിറ്റീസിന്റെ മാറ്റമാണ് നമുക്ക് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇവിടെ ഞാൻ റെപ്രസെന്റേഷനെ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ബീം എന്ന് പറയുന്നത് എ ബി സി ആണ്. എ ബി എന്നുള്ള സപ്പോർട്ട്, ബി സി എന്നുള്ള ഓവർഹാങ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി എന്ന ഒരു പോയിന്റിലെ, ഡി എന്ന പോയിന്റ് ഉണ്ട്, ഇ എന്ന പോയിന്റ് ഉണ്ട്. ഡി നിൽക്കുന്നത് എയിൽ നിന്നും സ്മോൾ എ ലെങ്തിലാണ്, ഇ നിൽക്കുന്നത് സിയിൽ നിന്നും സ്മോൾ ബി ലെങ്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ എ ബി എന്നുള്ള പോർഷന്റെ ലെങ്ത് ഈസ് ഗിവൺ ആസ് ക്യാപിറ്റൽ എൽ, സി ബി എന്നുള്ള പോർഷന്റെ ലെങ്ത് ഈസ് ഗിവൺ ആസ് സ്മോൾ എൽ. ഓക്കെ, ആ ഒരു നൊട്ടേഷൻ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം, അല്ലെങ്കിൽ ലോഡിന്റെ പൊസിഷനെ നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അനലൈസിങ് ഇറ്റ്. ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ എന്നുള്ള കേസിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പം പഴയ പോലെ തന്നെ നമ്മൾ വിൽ സ്റ്റാർട്ട് ബൈ ഡൂയിങ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് വി ആർ ഗിവൺ എ ബീം എ ബി സി. ഓക്കെ, അപ്പോൾ എ ബി സി 2 പോർഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എ ബിയിൽ ലോഡ് വന്നാൽ എന്ത് എഫക്റ്റ് ആണ് വരുന്നത്, ബി സിയിലാണ് ലോഡ് വരുന്നതെങ്കിൽ എന്ത് എഫക്റ്റ് എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കിയിട്ട് ഈ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ്, ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുകയാണ്. അതായത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് ലോഡ് മൂവ് ചെയ്ത് പോവാണ്, എ ടു സി മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ യൂണിറ്റ് ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്കാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ എങ്ങനെ കേസ് വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സിറ്റുവേഷൻ. വി ഹാവ് എ ബി സി, എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി നമ്മുടെ 1 kN ആക്ട് ചെയ്യുന്നു. ഓക്കെ, എ ബിയുടെ ലെങ്ത് ക്യാപിറ്റൽ എൽ, ബി സിയുടെ ലെങ്ത് സ്മോൾ എൽ. നൗ okay, from equilibrium equations we have VA plus VB equal to 1 and sigma MA equal to 0. A എന്ന പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ we get a equation like VB equal to x by L, VA equal to L minus x by L. Okay, അപ്പം A to B ഉള്ള കേസാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, this is exactly the same as that of the simply supported beam. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എ ബി എന്നുള്ളൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോർഷന്റെ കേസ് എടുത്തപ്പോഴും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടിയത്. ഓക്കെ, കമ്പാരിസണിലോട്ട് നമുക്ക് പിന്നെ വരാം. So we have got the formulas for VB and VA. Okay, ഇനി അപ്പം നമുക്ക് എക്സ്ട്രീം പോയിന്റ്സിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എയും ബി ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എയും ബി ആണ് എക്സ്ട്രീം പോയിന്റ്സ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0യും ബി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എല്ലും ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട വി എയുടെ വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എല്ലും കൊടുക്കുമ്പോൾ വി എയുടെ വാല്യൂ നമുക്ക് നോക്കാം. എ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ വി എയുടെ ക്വാണ്ടിറ്റി ഇതാണ്. വി എ വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, എൽ മൈനസ് 0 ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു 1. സിമിലർലി ബി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എൽ ആണ്. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ എക്സിന് എൽ ഇട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് വി എ ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. ലോഡ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, സിയിൽ നിന്ന് ബിയിലോട്ട് വരുന്ന കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എടുക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്.
ഓക്കെ, ഓവർഹാങ്ങിങ്ങിന്റെ കേസിൽ നമ്മൾ എക്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ആ ഓവർഹാങ്ങിങ്ങിന്റെ അറ്റത്ത് നിന്ന് എത്ര ദൂരം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, സോ അതാണ് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദ ലോഡ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ എക്സ് എയിൽ നിന്ന് ഇവിടം വരെ എടുക്കുന്നതിൽ എളുപ്പം ഇങ്ങേ അറ്റത്ത് നിന്ന് എത്ര മാറി ഉള്ളതാണ് എക്സ് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അത് ആ ഒരു സിംപ്ലിസിറ്റിയുടെ കേസിന് വേണ്ടി എടുത്താണ്. അല്ലാതെ തന്നെ വേണം ചെയ്യാം, ആൻസർ സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ബട്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി. സോ ദ ലോഡ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് ബി ആൻഡ് എസ്പെഷ്യലി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം സി. ഓക്കെ, സോ ഇവിടെയും ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതി നമ്മൾ ചെയ്യാണ്. വി എ പ്ലസ് വി ബി ഈക്വൽ ടു 1 തന്നെയാണ്. ഓക്കെ, സിമിലർലി എം എ ഈക്വൽ ടു 0 തന്നെ എടുക്കുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന മൊമെന്റിൽ പോയിന്റിൽ നിന്ന് തന്നെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ദിസ് 1 kilonewton is acting at a distance of capital L plus small l minus x. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ എൽ പ്ലസ് സ്മോൾ എൽ മൈനസ് എക്സ്. ഓക്കെ, പിന്നെ അതൊരു ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി വി ബി ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇതും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വി ബിക്കും വി എക്കും ഫോർമുല കിട്ടും. വി ബിയുടെ ഫോർമുല ഇതൊരെണ്ണം കിട്ടി. സിമിലർലി വി എയുടെ കേസും കിട്ടി. വി എ വി ഗെറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ലൈഡിൽ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ ILD ഫോർ വി എ. അപ്പോൾ ലോഡ് സിക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുകയാണ്. അവിടെ നമ്മൾ എക്സ്ട്രീം കേസസിലെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. സി എന്ന് പറയുമ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചറിയാം. സി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ we get VA equal to minus L by L. Okay, C at C means x equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ VA equal to minus L by L കിട്ടി. അതായത് ഈ ഫോർമുലയിൽ എക്സിന് 0 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന പോയിന്റ് ഈ സെക്കൻഡ് ഫിഗർ വെച്ച് നോക്കുവാണെങ്കിൽ എക്സ് ഈക്വൽ ടു സ്മോൾ എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വി എ യുടെ ഈ ഫോർമുലയിൽ എക്സ് ഈക്വൽ ടു സ്മോൾ എൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് വി എ ഈക്വൽ ടു 0 എന്ന് തന്നെയാണ്. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ വി എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് വെരിഫൈസ് വിത്ത് അവർ ആൻസർ ഹിയർ. അതായത് ബി എന്ന പോയിന്റിൽ വി എ ഈക്വൽ ടു 0 നമുക്ക് മുമ്പേ കിട്ടി, ഇവിടെയും കിട്ടി. അപ്പം സെയിം ആണ്. ഓക്കെ, സോ എക്സ്ട്രീം വാല്യൂസ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് മൊത്തം വായിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതൊരു എക്സ്ട്രീം വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, വേറൊരു എക്സ്ട്രീം വാല്യൂ ഇവിടെ കിട്ടി, വേറൊരു എക്സ്ട്രീം വാല്യൂ ഇവിടെ ഇത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ അതായത് എയിൽ 1ഉം ബിയിൽ 0യും സിയിൽ മൈനസ് എൽ ബൈ എല്ലും എന്നുള്ള ഒരു ലീനിയർ ലൈനാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആയിട്ട് വരയ്ക്കുമ്പോൾ ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഈ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ ഇറ്റ് ഈസ് ദ സെയിം VA ILD ആസ് ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇവിടെ ഒരു ഓവർഹാങ് വന്നത് മാത്രമാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നത്, ആൻഡ് ദാറ്റ് ഹാസ് എ വാല്യൂ ഓഫ് മൈനസ് എൽ ബൈ എൽ. അപ്പോൾ ഓവർഹാങ് വന്നാൽ അവിടെ ലീനിയർ ആയിട്ട് തന്നെ ആ പോയിന്റിൽ നിന്ന് കണ്ടിന്യൂ തന്നെ ചെയ്തു പോകും എന്നുള്ളതാണ് ILDയുടെ പ്രോപ്പർട്ടി. ഓക്കെ, നൗ ഇനി നമുക്ക് ദിസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ. ഓക്കെ, ഇനി വി ബിയുടെ കേസ് കാണാം. വി ബിയുടെ കേസ് സിമിലർ ആണ്. ലോഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി വരുമ്പോൾ വി ബി ഫിഗർ വിൽ ബി ലൈക്ക് ദിസ്. വി ബി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപിടിച്ചാണ്, അത് ഞാൻ എടുത്തെഴുതുന്നു. വി ബി ഈക്വൽ ടു എക്സ് ബൈ എൽ. ഓക്കെ, അവിടെ എക്സ്ട്രീം വാല്യൂസ് ആയ എയും ബി ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് അറ്റ് എ എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ വി ബി ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അറ്റ് ബി എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കുമ്പോൾ വി ബി ഈക്വൽ ടു 1 കിട്ടുന്നു. സിമിലർലി ലോഡ് ബിറ്റ്വീൻ സി ബി നേരത്തെ സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ അവിടെ നേരത്തെ എനിക്ക് കിട്ടിയതാണ് വി ബിയുടെ ഇക്വേഷൻ എൽ പ്ലസ് എൽ, ക്യാപിറ്റൽ എൽ പ്ലസ് സ്മോൾ എൽ മൈനസ് എക്സ് ബൈ എൽ എന്ന് കിട്ടിയതാണ്. എക്സ്ട്രീം കേസസ് ആയ സിയിലെയും ബിയിലെയും എക്സിന്റെ വാല്യൂ ഇവിടെ ശ്രദ്ധിക്കണം. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതിട്ട് കൊടുക്കുമ്പോൾ ദ വാല്യൂ വിൽ ബി എൽ പ്ലസ് എൽ ബൈ എൽ. ഓക്കെ, സിമിലർലി എക്സ് ഈക്വൽ ടു സ്മോൾ എൽ ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് ബി എന്ന പോയിന്റിലാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ അറ്റ് ബി എക്സ് ഈക്വൽ ടു എൽ ആണ്. സോ വി ബി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എക്സ്ട്രീം വാല്യൂസ് ഒന്നിതുണ്ട്, പിന്നെ അതായത് എയിലെയും സിയിലെയും കിട്ടി. പിന്നെ ബിയിലെ വാല്യൂസ് ഇവിടെ രണ്ട് കേസിലും സിമിലർ ആയിട്ട് തന്നെ കിട്ടി. ദാറ്റ് വെരിഫൈസ് അവർ പ്രൊസീജിയർ ഓർ മെത്തേഡ്. ഓക്കെ, അതും നേരത്തെ പോലെ ഒരു
ILD ആയിട്ട് വരച്ചാൽ ശ്രദ്ധിക്കുക, ലോഡ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബിയുടെ ILD വരയ്ക്കുമ്പോൾ എയിലെ ലോഡ് വരുന്നതെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ബി വിൽ ബി 0. അത് എന്നിട്ട് അത് ബിയിലെത്തുമ്പോൾ 1 ആവും. സിയിലെത്തുമ്പോൾ ക്യാപിറ്റൽ L പ്ലസ് സ്മോൾ l ബൈ L എന്നുള്ള ക്വാണ്ടിറ്റി ആവും. അപ്പോൾ അതിനെ ലീനിയർ ആയിട്ട് വരയ്ക്കുമ്പോൾ ദിസ് ഈസ് ദ ഷേപ്പ് that the UD will takes. Again, I want you to recollect something. Simply supported beam ന്റെ കേസിലാണെങ്കിൽ VB എന്ന് പറയുന്നത് that was this shape. അതായത് ഇത്രയും ഭാഗത്തുള്ള ഈ ട്രയാങ്കിൾ മാത്രമായിരുന്നു അത്. ഇവിടെ വന്ന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓവർഹാങ് വന്നപ്പോൾ അത് കുറച്ചുകൂടി നീണ്ടങ്ങ് പോയി. ഇവിടെ 1 എന്നുള്ള വാല്യൂവിൽ നിന്ന് ഇത് ക്യാപിറ്റൽ L പ്ലസ് സ്മോൾ l ബൈ L അല്ലെങ്കിൽ 1 പ്ലസ് L ബൈ L എന്നുള്ള ക്വാണ്ടിറ്റിയിലോട്ട് മാറി. അത് ഓവർഹാങ് ഈ സൈഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഓവർഹാങ് ഇവിടെ ആയിരുന്നെങ്കിൽ ദ ഗ്രാഫ് വുഡ് ഹാവ് ടേൺഡ് അതർവൈസ്, മറ്റേ ഷേപ്പിലോട്ട് അല്ലെങ്കിൽ ഇത് തിരിച്ചു വന്നേനെ. ഓക്കെ, ദാറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ ഡിറൈവ് ഫ്രം ലോജിക്. ഓക്കെ, നൗ അടുത്ത കേസ് കാണാം. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു. ഇനി ഉള്ളത് ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ്. അതായത് എയിലും ബിയുടെയും അതായത് രണ്ട് സപ്പോർട്ടിന് ഇടയ്ക്കുള്ള ഒരു റാൻഡം പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ABC എന്നുള്ള ബീമിനെ AD എന്നുള്ളൊരു ഭാഗവും DB എന്നുള്ള ഭാഗവും BC എന്നുള്ള ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് D എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, so the simply support the overhang beam AC if divided can be considered as a combination of three parts, AB, AD, DB and BC. അത് കോമ്പിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ലോഡ് വരുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അത് സിംപ്ലി സപ്പോർട്ടഡ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിന്റെ മുമ്പിലും ആ പോയിന്റിന് ശേഷം ലോഡ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓവർഹാങ് വന്നുകൊണ്ട് ആ പോർഷനും കൂടെ, അതായത് BC എന്നുള്ള പോർഷൻ കൂടെ നമ്മൾ വേറൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറൊരു പോർഷനായിട്ട് കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസ് ലോഡ് എയുടെയും ഡിയുടെയും ഇടയ്ക്കാണ് നിൽക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഈ കാണുന്ന ഫിഗർ എയ്ക്കും ഡിക്കും ഇടയ്ക്കാണ് ലോഡ് നിൽക്കുന്നത്. 1 kN ഈസ് അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ഡി അറ്റ് എക്സ് ഫ്രം എ. ഓക്കെ, നൗ എയ്ക്കും ബിക്കും ഇടയ്ക്കാണ് ലോഡ് വരുന്നതെങ്കിൽ എയുടെയും വിബിയുടെയും വാല്യൂ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ ആവശ്യമായിട്ട് വരും. എനിവേ, എനിക്കിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ്. ഡി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്, യൂണിറ്റ് ലോഡ് ഒരറ്റം മുതൽ മറ്റേറ്റം വരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി, നമ്മുടെ എക്സ്പ്ലനേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലോട്ട് നോക്കുമ്പോൾ, ഒരു പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കുമ്പോൾ കാണുന്ന ടോട്ടൽ ഫോഴ്സസിന്റെ സം ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എല്ലാം ലെഫ്റ്റിലോട്ട് നോക്കാൻ പോവാണ്. ഡിയുടെ ലെഫ്റ്റിലോട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഐ ആം ഗോയിങ് ടു ലുക്ക് അറ്റ് ദിസ് ഡയറക്ഷൻ. ഈ ആരോ മാർക്കിട്ട് കാണിച്ച ഡയറക്ഷനിലോട്ട് നോക്കുകയാണ്. ദാറ്റ് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. അപ്പോൾ ഡിയുടെ ലെഫ്റ്റിൽ നോക്കുമ്പോൾ ലോഡ് എയ്ക്കും ഡിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഐ ക്യാൻ സീ ടു ഫോഴ്സസ്. VA is acting upwards and a 1 kN is acting downwards. VA മുകളിലോട്ടും 1 kN താഴോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. So according to my sign convention, shear force at D will become VA minus 1. The value will be VA minus 1. ഓക്കെ, അപ്പോൾ ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോഴുള്ള VA നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് L minus X by L. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ I get that shear force at D when the load is between A and D is minus X by L. ഓക്കെ, ഇവിടെ ഞാൻ എന്നിട്ട് എക്സ്ട്രീം വാല്യൂസ് ആയ എയുടെയും ഡിയുടെയും വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. എയുടെയും ഡിയുടെയും എക്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. സോ അറ്റ് എ എക്സ് വിൽ ബി 0. സോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി വിൽ ഓൾസോ ബി 0. അറ്റ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു എ. എക്സ് വിൽ ബി ഈക്വൽ ടു ദി സ്മോൾ എ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിലും ഇന്റർമീഡിയറ്റ് പോയിന്റിനെ കണ്ടുപിടിക്കാനുള്ള കേസ് എടുക്കുമ്പോൾ ആ പോയിന്റ് ലെഫ്റ്റ് എൻഡിൽ നിന്നും എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സൈൻ നൊട്ടേഷൻ കൺവെൻഷൻ തന്നെയാണ് ഞാൻ ഇവിടെയും അഡോപ്റ്റ് ചെയ്യുന്നത്. ദ പോയിന്റ് ഡി ഈസ് അറ്റ് സ്മോൾ എ ഡിസ്റ്റൻസ് ഫ്രം എ. ഓക്കെ, സോ വെൻ ദ ലോഡ് ഈസ് അറ്റ് ഡി, ലോഡ് ഡിയിലെത്തുമ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു എ ആൻഡ് മൈ വാല്യൂ വിൽ ബിക്കം മൈനസ് എ ബൈ എൽ, മൈനസ് എ ബൈ ക്യാപിറ്റൽ എൽ. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് കേസ് ലോഡ് ഡിക്കും ബിക്കും ഇടയ്ക്കാണ് നിൽക്കുന്നതെന്ന് വെച്ചോളൂ. ലോഡ് ഡിയുടെയും ബിയുടെയും ഇടയ്ക്ക് നിൽക്കുകയാണ്.
ഓക്കെ, അപ്പോഴും ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറഞ്ഞ് ഞാൻ നോക്കുന്നത് ലെഫ്റ്റിലോട്ടാണ്. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ആ 1 kN എപ്പോഴേ മാറി ഡിക്കും ബിയിലോട്ട് പോയി. ഞാൻ നോക്കുന്ന ഡിയിൽ നിന്ന് എയുടെ ഡയറക്ഷനിലോട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ ഡിയുടെ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ലോഡ് ഡി കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ ഈ ലോഡ് നിൽക്കുന്നില്ല. ഓക്കെ, ദ ഓൺലി ലോഡ് ദാറ്റ് ഐ സീ ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ഇസ് ദിസ് VA അല്ലാതെ okay, this is the figure that represents that load is moved to the right of D. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ കാണുന്ന ഏക സാധനം VA ആണ്. സോ ദ ഷിയർ ഫോഴ്സ് അറ്റ് D I can calculate as VA. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് റൈറ്റിലോട്ട് നോക്കി 1 ഉം VB കൺസിഡർ ചെയ്യാം, എന്നാലും ആൻസർ സെയിം തന്നെ കിട്ടുള്ളൂ. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി ഐ എം ലുക്കിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് D and saying that the shear force at D will be equal to VA. Okay, and VA when the load is between A and B is L minus X by L. Again നമ്മൾ ഇവിടുത്തെ അതേ വാല്യൂ തന്നെയാണ്. ആൻഡ് അതിലോട്ട് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് ആയ ഡിയുടെയും ബിയുടെയും എമൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ആൻസർ. അപ്പോൾ അറ്റ് ഡി അഗെയിൻ എക്സ് വിൽ ബി ഈക്വൽ ടു എ. ഓക്കെ, അറ്റ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു എ, അതാണ് ഉദ്ദേശിച്ചത്. ഡി എന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു എ എന്നാണ് ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി വിൽ ബി എൽ മൈനസ് എ ബൈ എൽ. അതായത് ഈ ഷിയർ ഫോഴ്സ് അറ്റ് ഡിയുടെ ഫോർമുലയിലോട്ട് extreme values ഇട്ട് കൊടുത്താൽ you will get L minus A by L. Similarly, next extreme point എന്ന് പറഞ്ഞാൽ B ആണ്. ബിയിൽ X will be equal to capital L. So അത് ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്താൽ shear force at D when the load is at the point B will be 0. Okay, that's what I got here. കഴിഞ്ഞിട്ടില്ല, ലോഡ് മൂവ് ചെയ്ത് എയിൽ നിന്ന് ബി വരെ എത്തിയ കേസ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി ലോഡ് ബിയിൽ നിന്ന് സിയിലോട്ടും കൂടെ മൂവ് ചെയ്യണമെന്ന് വെച്ചു. ലോഡ് ഈസ് same question same തന്നെ shear force at D and the load is moving between B and C. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിൻസ് ദിസ് ഈസ് ഇൻ ദ ഓവർഹാങ്, ഞാനിവിടെ എക്സിനെ എടുത്തിരിക്കുന്നത് സിയിൽ നിന്ന് ലോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സിയിൽ നിന്ന്, നേരത്തെ നമ്മൾ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുത്തത്, ഇവിടെ സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി വിൽ ബി ഈക്വൽ ടു VA. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തന്നെയാണ് നോക്കിയത്. ഷിയർ ഫോഴ്സ് അറ്റ് ഡി വിൽ ബി ഈക്വൽ ടു VA എന്ന് വെച്ചാൽ എക്സ് മൈനസ് സ്മോൾ എൽ ബൈ എൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ്ട്രീം പോയിന്റ്സ് എന്ന് വെച്ചാൽ സി എന്നത് എക്സ്ട്രീം പോയിന്റ് ആണ്, അവിടെ എക്സ് 0 ആയിരിക്കും. ഷിയർ ഫോഴ്സ് അറ്റ് ഡി വിൽ ബി ഈക്വൽ ടു മൈനസ് എൽ ബൈ എൽ. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എൽ വിൽ ബി ഈക്വൽ ടു ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈക്വൽ ടു 0. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ഡി വെൻ ലോഡ് ഈസ് അറ്റ് ബി വിൽ ബി ഈക്വൽ ടു 0. അപ്പം ഇത് ബി ആൻഡ് സിയിലെ കേസ്. അപ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് എക്കും ഡിക്കും ബിയുടെ കേസ് ഉണ്ട്, കിട്ടിയിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. സോ എക്സ്ട്രീം കേസസ്, അതായത് ലോഡ് എ വന്നാൽ, ലോഡ് ഡിയിൽ വന്നാൽ അഗെയിൻ, അതുപോലെ തന്നെ ലോഡ് ബിയിൽ വന്നാൽ സിമിലർലി അതിവിടെയും കിട്ടിയിട്ടുണ്ട് സെയിം വാല്യൂ. ലോഡ് സിയിൽ വന്നാൽ, അപ്പോൾ ലോഡ് ഓരോ പോയിന്റ് വരുന്നതനുസരിച്ച് ഷിയർ ഫോഴ്സ് ഡിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ബി 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, രണ്ടും 0 ആയിട്ട് തന്നെയാണ് കിട്ടിയത്, ദിസ് ആൻഡ് ദിസ്. സിമിലർലി ഡി എന്ന പോയിന്റിൽ നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്, മൈനസ് എ ബൈ എല്ലും എൽ മൈനസ് എ ബൈ എല്ലും. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ പ്രസൻസ് ഓഫ് ലോഡ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ചേഞ്ച് ഇൻ ഷിയർ ഫോഴ്സ് വെൻ ദ ലോഡ് ഈസ് അറ്റ് ഡി. ഡിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് മൈനസ് എ ബൈ എൽ ആവുന്നത് ഡിയിൽ ലോഡ് എത്തുമ്പോൾ ഒറ്റയടിക്ക് ക്യാപിറ്റൽ എൽ മൈനസ് എ ബൈ എൽ എന്നുള്ള സിറ്റുവേഷനിലോട്ട് എത്തും. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ വിൽ ഗെറ്റ് ദ ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി. അതാണ് ഈ കാണുന്നത്. സോ പതുക്കെ 0യിൽ നിന്ന് കുറഞ്ഞ് മൈനസ് എ ബൈ എല്ലിലോട്ട് എത്തുന്നു, ഒറ്റയടിക്ക് കുതിച്ച് ക്യാപിറ്റൽ എൽ മൈനസ് എ ബൈ എല്ലിലോട്ട് എത്തുന്നു, വീണ്ടും കുറഞ്ഞ് സപ്പോർട്ടിന്റെ അവിടെ 0 എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഫിഗർ ദിസ് റെപ്രസെന്റ്സ് ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇത് കഴിഞ്ഞുള്ളത് ഓവർഹാങ്ങിന്റെ പോർഷനിലെ ബിഹേവിയർ ആണ്. അപ്പോൾ 0യിൽ നിന്ന് വീണ്ടും കുറഞ്ഞ് മൈനസ് എൽ ബൈ എൽ എന്നുള്ള ഈ കാണുന്ന സാധനമാണത്, മൈനസ് എൽ ബൈ എൽ എന്നുള്ള കണ്ടീഷനിലോട്ട് എത്തുന്നു. ഓക്കെ, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. യെസ്, അപ്പം ശ്രദ്ധിക്കുക, അഗെയിൻ ഈ ഒരു പോർഷൻ മാറ്റി നിർത്തിയാൽ സിംപ്ലി സപ്പോർട്ടിന് അതേ ബിഹേവിയർ തന്നെയാണ്. ആ പോർഷൻ വന്നപ്പോൾ അത് ഓവർ ഹാങ്ങിങ്ങിന്റെ പോർഷനായി മാറി. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് തിങ് we need to find out the bending moment at D. We are going to determine the influence line diagram for the bending moment at D when the load moves from A to C. Okay, പഴയ പോലെ തന്നെ ലോഡ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. ഓക്കെ, ലോഡ് എയ്ക്കും ഡിക്കും ഇടയ്ക്ക് എത്തുമ്പോൾ ഇവിടെ ഞാൻ ഡിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുകയാണ്. ആൻഡ് വാട്ട് ഡു ഐ സി?
അറിയാം നമുക്ക് ബെൻഡിങ് മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിലോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കുമ്പോൾ കാണുന്ന ടോട്ടൽ മൊമെന്റ്സിന്റെ സം. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാം ലെഫ്റ്റിലോട്ട് നോക്കുകയാണ്. ഡിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ വി എ ഡിസ്റ്റൻസിൽ ഒരു മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. 1 kN എന്നുള്ളത് എ മൈനസ് എക്സ് എന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ കാണുന്നത്. എ മൈനസ് എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഐ റെപ്രസെന്റഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി using my sign convention. I get that BMD when the load is between A and D is VA into A minus x minus 1 into A minus x. അതിനെ VA യുടെ വാല്യൂ when the load is between A and B നമുക്കറിയാം. അത് ഇങ്ങോട്ട് ഇടുമ്പോൾ I expand it and I obtain a formula like this, x into L minus A by L. അപ്പോൾ എക്സ്ട്രീം വാല്യൂസിലോട്ട് എയിലെയും ഡിയിലെയും കേസിന്റെ കൺസിഡർ ചെയ്യാൻ പോവാണെങ്കിൽ എയിൽ എക്സ് 0 ആണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വിൽ ബി 0. x equal to a എന്ന് വെച്ചാൽ d എന്ന് പറയുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് d വിൽ ബി a into L minus A by L. ഓക്കെ, സോ എ ഡിയിൽ ഇടയ്ക്ക് ലോഡ് വന്നാൽ ആ കേസാണ്. ഇനി ഡിക്കും ബിക്കും ഇടയ്ക്ക് ലോഡ് വന്നാൽ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ ഇവിടെയും നേരത്തെ പോലെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഞാൻ ലെഫ്റ്റിലോട്ട് തന്നെ നോക്കുകയാണ്. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ഈ ലോഡ് പാസ് ചെയ്ത് ഡിയിലോട്ട് എത്തിയത് കാരണം ഇനി അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഐ സീ ഈസ് ദ വി എ ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ. അപ്പോൾ വി എയുടെ വാല്യൂ നമുക്കറിയാം L minus x into L into A ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ദ ഫോർമുല ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വെൻ ദ ലോഡ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഇവിടെയും എക്സ്ട്രീം വാല്യൂസ് എക്സ് അറ്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ x equal to A ആണ്. സിമിലർലി ബി എന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ x equal to ക്യാപിറ്റൽ L ആണ്. അത് ഇട്ട് കൊടുക്കുമ്പോൾ at d x equal to A I get the same formula of that of here A into L minus A by L. അതുപോലെ തന്നെ x equal to L ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വിൽ ബി 0. ഓക്കെ, അപ്പോൾ നമുക്ക് എയ്ക്കും ബിക്കും ഇടയ്ക്ക് ലോഡ് എത്തുമ്പോഴുള്ള കാര്യം കിട്ടി. ആൻഡ് ദാറ്റ് ബിഹേവിയർ അപ്രോക്സിമേറ്റ്ലി ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. പക്ഷേ നമുക്ക് ഓവർഹാങ് ആയതുകൊണ്ട് ഒരു ബി സി എന്നുള്ള ഓവർഹാങ്ങിലും കൂടെ ലോഡ് നിന്നാൽ എന്ത് വരും എന്ന് കൺസിഡർ ചെയ്യാനുണ്ട്. സോ അഗെയിൻ വി ആർ ബാക്ക് ടു അവർ സിറ്റുവേഷൻ. സോ ദ ലോഡ് ഈസ് ബിറ്റ്വീൻ, അസ്യൂം ദാറ്റ് ദ ലോഡ് ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. സോ ലോഡ് സിക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ സിയിൽ നിന്ന് ഉള്ള എക്സ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിയിൽ നിന്ന് ലോഡ് നിൽക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും ഞാൻ ഡിയുടെ ലെഫ്റ്റിലോട്ട് തന്നെ നോക്കുകയാണ്, കാരണം ഇറ്റ്സ് വെരി മച്ച് ഈസിയർ. ഡിയുടെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഐ സീ ഈസ് എ വി എ ആക്ടിങ് അറ്റ് എ. അപ്പം നമുക്കറിയാം ലോഡ് ബിക്കും സിക്കും ഇടയ്ക്ക് വരുന്ന കേസിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ എന്നത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എയിലും ബിയിലും ഇടയ്ക്ക് ലോഡ് വരുമ്പോഴുള്ള വി എ അല്ല ബിക്കും സിക്കും ഇടയ്ക്ക് ലോഡ് വരുമ്പോഴുള്ള വി എ. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ കിട്ടിയ വി എ ഞാൻ ഇവിടെ എടുത്തെഴുതുകയാണ്. ദിസ് വി എ ഇൻറ്റു എൽ. ഇവിടെയും എക്സ്ട്രീം വാല്യൂസ് സി എന്ന് പറയുന്ന പോയിന്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0, ബി എന്ന് പറയുന്ന പോയിന്റ് മീൻസ് എക്സ് ഈക്വൽ ടു സ്മോൾ എൽ. അത് ഇവിടെ എടുത്തെഴുതുമ്പോൾ സിയിൽ at the point C I get bending moment at D when the load is at C will be equal to minus AL by L. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഈ ഫോർമുലയിലോട്ട് x equal to 0 ഇട്ട് കൊടുത്താൽ I get minus AL by L. അതുപോലെ x equal to small l ഇട്ട് കൊടുത്താൽ, അതായത് B എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് B എന്ന് പറയുന്ന പോയിന്റിൽ ലോഡ് നിൽക്കുമ്പോൾ ഡിയിലെ ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0, കാരണം x equal to L ആണ്. ഇവിടെ L ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് എയ്ക്കും ബിക്കും ഇടയ്ക്ക് ലോഡ് വന്നാലുള്ളത് അത് നമ്മൾ എടുത്തെഴുതുകയാണ്. സോ വി ഹാവ് ഗോട്ട് ഓൾ എക്സ്ട്രീം വാല്യൂസ്. ഓക്കെ, അതായത് ലോഡ് എയിൽ നിൽക്കുമ്പോഴുള്ള ബി എം ഡി കിട്ടി, 0 എന്ന് കിട്ടി. ലോഡ് ഡിയിൽ നിൽക്കുമ്പോഴുള്ള ബി എം ഡി കിട്ടി, എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ. അഗെയിൻ ലോഡ് ഡിയിൽ നിൽക്കുമ്പോഴുള്ള ബി എം ഡി അത് തന്നെ കിട്ടി. ലോഡ് ബിയിൽ നിൽക്കുമ്പോഴുള്ള ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വിൽ ബി 0. സിമിലർലി അത് തന്നെ ഇവിടെ ഒന്നോട്ട് റിപ്പീറ്റ് ആയി കിട്ടി. സിമിലർലി ലോഡ് സിയിൽ നിൽക്കുമ്പോഴുള്ള ബി എം ഡി ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വിൽ ബി മൈനസ് എ എൽ ബൈ എൽ. അപ്പോൾ ഇതും ഒരു ലീനിയർ കർവാണ്. ഇവിടെ എക്സ് സ്ക്വയറോ അങ്ങനത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും വരുന്നില്ല, എല്ലാം വലിയ ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതും നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബി എം ഡി വരയ്ക്കുമ്പോൾ ഓക്കെ, എയിൽ 0 ശ്രദ്ധിച്ചറിയാം, ഡിയിൽ എത്തുമ്പോൾ എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ, തിരിച്ച് ബിയിൽ എത്തുമ്പോൾ 0 കുറഞ്ഞ് സിയിൽ എത്തുമ്പോൾ മൈനസ് എ എൽ ബൈ എൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ representation. Okay, so this is the bending moment at D when the load is moving from A to C in an overhanging beam.
അപ്പം ഇതും പഴയ പോലെ തന്നെ തിരിച്ചാകും. ഓവർ ഹാങ്ങിങ് ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇത് എടുത്ത് തിരിച്ച് ഇതിന്റെ മിറർ ഇമേജ് ആയിരിക്കും ILD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ രണ്ട് കേസ്, അതായത് ഓവർ ഹാങ്ങിന്റെ കേസാണ്. ഈ ഓവർ ഹാങ് എന്ന് പറയുന്ന BC എന്ന് പറയുന്ന പോർഷനിൽ ഇടയ്ക്ക് ഓരോ പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് സിറ്റുവേഷൻ. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് E ആണ്. ദിസ് പോയിന്റ് E ഇസ് ബിറ്റ്വീൻ B ആൻഡ് C. അപ്പോൾ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ലോഡ് എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന വഴിക്ക് E എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പോലെ നേരത്തെ ഞാൻ ഈ D എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റിലോട്ടായിരുന്നു നോക്കിയത്. ഇവിടെ ഞാൻ E എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റിലോട്ട് നോക്കാം. ഓക്കെ, അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി എളുപ്പം. നോക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് ലെഫ്റ്റിലോട്ടോ ഷിയർ ഫോഴ്സ് എടുക്കാൻ ലെഫ്റ്റിലോട്ട് നോക്കാം, വേണം റൈറ്റിലോട്ട് നോക്കാം. നേരത്തെ കേസിൽ അതായത് ലോഡ് ഈ D എന്ന പോയിന്റിനാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ടാണ് നോക്കിയത്. ഈ ഒരു കേസിൽ ഞാൻ വെറുതെ ചുമ്മാ ഒരു രസത്തിന് റൈറ്റിലോട്ട് നോക്കുവാന്ന് വെച്ചു. ഓക്കെ, സോ ആദ്യത്തെ കേസ് ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പം ഇവിടെ നേരത്തെ നമ്മൾ E എന്ന പോയിന്റ് ആയപ്പോൾ സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്തത് AE EB BC എന്നാണ്. AD DB BC എന്നാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ E എന്നുള്ള പോയിന്റ് BCക്ക് ഇടയ്ക്ക് വന്നപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് AB BE EC എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് ഏത് പോയിന്റിലാണോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ AB എന്നുള്ള പോർഷനിൽ ലോഡ് വന്നാൽ ലോഡ് വരുന്ന അവസ്ഥയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈയുടെ റൈറ്റിലോട്ട് ഞാൻ നോക്കുമ്പോൾ ആക്ച്വലി ഫോഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് E വിൽ ബി 0. റൈറ്റിലോട്ട് നോക്കിയാൽ VAയും VBയും 1 ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കളയുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് വെറുതെ റൈറ്റിലോട്ട് നോക്കിയാൽ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് 0 എന്ന് എഴുതാം. സോ ഷിയർ ഫോഴ്സ് അറ്റ് E when the load is between A and B will be 0. കാരണം ഈയുടെ റൈറ്റിലോട്ട് വേറെ ഫോഴ്സ് ഒന്നും കാണുന്നില്ല. സിമിലർലി അടുത്ത കേസ് ലോഡ് ബിറ്റ്വീൻ B ആൻഡ് E, ലോഡ് ബിക്കും ഇക്കും ഇടയ്ക്ക്. ഓക്കെ, അത് ഇങ്ങനെ ലോഡ് കിടക്കുന്നെന്ന് വിചാരിച്ചോ. അപ്പോഴും ഞാൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഫോഴ്സ് ഒന്നും കാണുന്നില്ല. സോ അഗൈൻ ഷിയർ ഫോഴ്സ് അറ്റ് E when the load is between B and A will be 0. പക്ഷേ when the load is between E and C, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഇക്കും സിക്കും ഇടയ്ക്കാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ ഞാൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു ലോഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 1 kN ഇങ്ങനെ റൈറ്റ് സൈഡിൽ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ ദാറ്റ് ഈസ് എ പോസിറ്റീവ് ലോഡ്. സോ ഇക്കും സിക്കും ഇടയ്ക്ക് ഏത് പോയിന്റിൽ ഈ 1 kN ലോഡ് നിന്നാലും ഷിയർ ഫോഴ്സ് അറ്റ് E വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അത് ഇവിടെ നിന്നാലും ശരി, ഇവിടെ നിന്നാലും ശരി. കാരണം ആകെയുള്ള ഫോഴ്സ് ഈ ഒരു സാധനമാണ് 1 kN ആണ്. അപ്പോൾ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ E ആൻഡ് C. ഓക്കെ, സോ എനിക്ക് എക്സ്ട്രീം വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എയ്ക്കും ബിക്കും ഇടയ്ക്ക് മൊത്തം 0 ആണ്, ബിക്കും ഇക്കും ഇടയ്ക്കും 0 ആണ്, ഇക്കും സിക്കും ഇടയ്ക്ക് 1 ആണെന്നും കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ILD ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ദ ILD ഫോർ ദ ഓവർ ഹാങ്ങിങ് പോർഷൻ. അതായത് ഈ എവിടെയാണോ ആ പോയിന്റിൽ നിന്ന് ഓവർ ഹാങ്ങിങ്ങിന്റെ അവസാനം വരെ 1 kN ആയിരിക്കും ഷിയർ ഫോഴ്സ്. ബാക്കിയുള്ള പോർഷനിൽ മൊത്തം 0 ആയിരിക്കും. ഓക്കെ, എഫക്റ്റീവ്ലി ലോഡ് ഇക്കും മുമ്പിൽ ഏത് പോയിന്റ് വന്നാലും ഈ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ E എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഉണ്ടാവില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് വിൽ സി ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വരും നോക്കാം. സോ അഗൈൻ പഴയ പോലെ തന്നെ ലോഡ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കാന്ന് വെച്ചു. ഇവിടെ ഞാൻ ഇയിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുകയാണ്. ഓക്കെ, റൈറ്റിലോട്ട് നോക്കുമ്പോൾ അഗൈൻ ഞാൻ എന്താണ് എൻ്റെ കൺസിഡറേഷൻ? റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നോക്കുമ്പോൾ മൊമെന്റ്സ് കാണണം. റൈറ്റിലോട്ട് ഞാൻ നോക്കുമ്പോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ലോഡോ കപ്പിളോ ഒന്നും കാണുന്നില്ല. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് E when the load is between A and B will be 0. സിമിലർലി അടുത്ത കേസ് ലോഡ് ഇക്കും ബിക്കും ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഞാൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. റൈറ്റിലോട്ട് നോക്കുമ്പോൾ ലോഡോ മൊമെന്റോ കപ്പിളോ ഒന്നുമില്ല. സോ അഗെയിൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് E വിൽ ബി 0. ഓക്കെ, സോ അടുത്ത കേസ് ലോഡ് ഇക്കും സിക്കും ഇടയ്ക്ക് നിൽക്കാന്ന് വെച്ചോ. ഇയുടെയും സിയുടെ ഇടയ്ക്കാണ് ഈ 1 kN ലോഡ് വരുന്നത്. ഇങ്ങനെ ഇരിക്കും ഇക്കും സിക്കും ഇടയ്ക്ക്. അപ്പോൾ റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഐ ക്യാൻ സി എ ലോഡ് ഓഫ് 1 kN
ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ബി ആണെന്ന് അറിയാം, ഇതാണ് എക്സ്. അപ്പോൾ ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ബി മൈനസ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് എ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, റൈറ്റ് സൈഡിൽ താഴോട്ട് വന്നാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ സൈൻ കൺവെൻഷൻ പ്രകാരം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ, ഓക്കെ, ദിസ് ഈസ് ഇ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ when the load is between E and C will be equal to -1 into B minus X. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രീം കേസ് കൺസിഡർ ചെയ്യണം. അതായത് ഇയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്ത്, അല്ല സിയിൽ നിന്ന് ഇയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. x0 എന്ന് പറയുന്നത് സിയിലാകുന്ന കേസാണ്, x ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ലോഡ് ഇയിലാകുന്ന കേസാണ്. അപ്പോൾ ആ രണ്ട് കേസ് ഇട്ട് കൊടുക്കുമ്പോൾ, സിയിൽ x ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇ വിൽ ബി -1 into B. ഓക്കെ, അതുപോലെ ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു ബി. അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇ വിൽ ബി 0. അപ്പോൾ അഗെയിൻ നമുക്ക് എക്സ്ട്രീം വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എയ്ക്കും ബിക്കും ഇടയ്ക്ക് ലോഡ് വന്നാൽ ബി എം ഇ 0 ആണ്, ബിക്കും ഇക്കും വന്നാലും 0 ആണ്. പക്ഷേ സിക്കും ഇക്കും ഇടയ്ക്കാണെങ്കിൽ മൈനസ് ബിയിൽ നിന്ന് 0 പോവാണ്. ഓക്കെ, മൈനസ് ബിയിൽ നിന്ന് 0 പോകും. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഹിയർ. യെസ്, ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ. അപ്പോൾ എയ്ക്കും ബിക്കും ഇക്കും ഇടയ്ക്ക് 0 ആണ്, പക്ഷേ ഇയിൽ നിന്ന് 0യിൽ നിന്ന് കുറഞ്ഞ് ഇവിടെ ഒരു മൈനസ് ബി എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ്, ദിസ് ഈസ് ദ ILD ഫോർ ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ആൻഡ് ദ ലോഡ് മൂവ് ഫ്രം എ ആൻഡ് സി. Okay, so before I conclude, I just want to show you the overall picture of what we learned today. Okay, അതിനു മുമ്പേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ പണ്ട് വരച്ച, കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരച്ച ബീമിന്റെ ഒരു ചെറിയ റെപ്രസെന്റേഷൻ ഇവിടെ കാണാം. ഓക്കെ, ദിസ് വാസ് ദ ILD ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പം വെർട്ടിക്കൽ ഡയറക്ഷൻ അറ്റ് എ, ബി, പിന്നെ ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ് സി എന്നുള്ള കേസൊക്കെയാണ് നമ്മൾ കണ്ട ആ പോയിന്റ്സിലെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് വരച്ചതിന്റെ ഒരു ഓവർവ്യൂ കാണാം. ദിസ് ഈസ് എ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചറാണ്. ഓക്കെ, സോ as you can see, this is the ILD for VA, vertical direction at A, ILD for VB, at D, at shear force at D, bending moment at D, this is again shear force at E and bending moment at E. അതായത് ലോഡ് എയിൽ നിന്ന് സിയിലോട്ട് പോണ വഴിക്കുള്ള ഓരോ പോയിന്റിലെയും വാല്യൂസ് ആണ്. അപ്പോൾ ലോഡ് ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ, okay, ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ vertical reaction at A will have this value, vertical reaction at B will have this value, shear force at D will have this value, bending moment at D will have this value. Okay, അപ്പം ഇവിടെ നിൽക്കുമ്പോൾ shear force at E will be 0, bending moment at E will also be 0. Okay, so അതുപോലെ തന്നെ ലോഡ് മൂവ് ചെയ്ത് ബി എന്ന സപ്പോർട്ടും കഴിഞ്ഞ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെയാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് വെർട്ടിക്കൽ ഡയറക്ഷൻ എ വിൽ ഹാവ് ദിസ് വാല്യൂ, വെർട്ടിക്കൽ ഡയറക്ഷൻ ബി വിൽ ഹാവ് ദിസ് വാല്യൂ ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, യു ക്യാൻ സീ ദ സിമിലാരിറ്റി ദാറ്റ് ഇറ്റ് ഷോസ് ടു ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഈ കാണുന്ന ILDയോട് ഇത് കാണിക്കുന്ന സിമിലാരിറ്റി ഭയങ്കര ഹെവിയാണ്. നോക്ക്, അപ്പം ഈ AB എന്നുള്ളത് ഒരു AB വരെയുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. BC ആണ് ഓവർഹാങ് വരുന്നത്. അപ്പോൾ ഈ B എന്ന പോയിന്റിന്റെ ഇപ്പറ വരെയുള്ള ILDയുടെ എല്ലാം, ഏത് ILD എടുത്താലും ദാറ്റ് ഷോസ് എക്സാക്ട് അക്യുറസി വിത്ത് ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ILDs. സാധാരണ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ILDയുടെ അതേ സിമിലാരിറ്റി തന്നെ ആയിരിക്കും. ഓവർഹാങ് ഉള്ള പോർഷനിൽ മാത്രമേ ഒരു എക്സ്ട്രാ സാധനം കയറി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് റിയാക്ഷന്റെ അങ്ങേയറ്റത്തുള്ള പോയിന്റ് റിയാക്ഷൻ ആണെങ്കിൽ ഒരു A/L നെഗറ്റീവും, ഈ പോയിന്റിലെ റിയാക്ഷൻ ഓവർഹാങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന സപ്പോർട്ട് റിയാക്ഷൻ ആണെങ്കിൽ ഒരു +A/L എന്നുള്ള വാല്യൂ 1ന്റെ കൂടെ കയറി വരും. അതുപോലെ തന്നെ സിമിലർലി ഷിയർ ഫോഴ്സ് ഡിക്ക് ഒരു കുറഞ്ഞ് -A/L പോകും. ഈ റെപ്രസെന്റേഷൻ നോക്കണ്ട, നമ്മുടെ റെപ്രസെന്റേഷൻ അല്ല ഇത്. ഇനി സിമിലർലി ബെൻഡിങ് മൊമെന്റ് ഡി ഇങ്ങനെ കുറഞ്ഞ് ഒരു പോയിന്റിലോട്ട് എത്തും. ഓക്കെ, അത്ര മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, സോ ആ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയാൽ, അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മാത്രം ആക്ച്വലി കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഓവർഹാങ്ങിങ്ങിന്റെ വരയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഒരു വൺ സൈഡ് ഓവർഹാങ്ങിങ്ങിന്റെ വരയ്ക്കാൻ അത്രയ്ക്ക് എളുപ്പമായിരിക്കും. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മറ്റേതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ നമ്മൾ ഇത്ര നേരം വരച്ചത് റൈറ്റ് സൈഡിൽ ഓവർഹാങ് വന്നാൽ എങ്ങനെയാണെന്നുള്ള കേസാണ്. ലെഫ്റ്റ് സൈഡിൽ ഓവർഹാങ് വന്നാൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു മിറർ ഇമേജ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നത് ഇതേ ഫിഗർ മിറർ ആക്കിയിട്ട്
ഉള്ള കാണിച്ചു തരാം. അതായത് ഇത് ഇങ്ങനെ വരും, ഒന്നും കാണാൻ പറ്റില്ലായിരിക്കും, അത് നോക്കണ്ട. സോ ദിസ് ഈസ് അവർ ബീം. ഈ ബീമിന്റെ ഇവിടെയാണ്, ഇതാണ് ഈ പോയിന്റ്സും ഈ പോയിന്റാണ് രണ്ട് സപ്പോർട്ട്, ഇതാണ് ഓവർഹാങ്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഓവർഹാങ് വരുന്നു. അപ്പോൾ ആ ഫിഗർ നേരെ ഉൾട്ടായിട്ട് വരും, അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ട് വരും. ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ILD ഫോർ VA ഇങ്ങനെ വരും, VB ഇങ്ങനെ വരും, അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അതിനോട് ചേർന്ന വശത്തുള്ള ഇതിങ്ങനെ വരും. ഷിയർ ഫോഴ്സിന്റെ D, ഷിയർ ബെൻഡിങ് മൊമെന്റ് D ഒക്കെ പഴയ പോലെ തന്നെ അതിന്റെ ഒരു മിറർ ഇമേജ് കേസിൽ വരും. ഓക്കെ, ആ ഓവർഹാങ്ങിന്റെ പോയിന്റിലെ ഓവർഹാങ്ങിന്റെ പോർഷനിൽ ഏതെങ്കിലും പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റ് തൊട്ട് എൻഡ് വരെ 1 പോസിറ്റീവും ആ പോയിന്റ് തൊട്ട് ഇതുവരെ ലീനിയർലി ഇൻക്രീസിങ് ഒരു ബെൻഡിങ് മൊമെന്റും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇത് കുറച്ച് നീണ്ടുപോയെന്ന് എനിക്കറിയാം, പക്ഷേ ദിസ് ഈസ് only way to show how overhanging beam are analyzed. Okay, I think you have got a grasp of it since you are already familiar with simply supported എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ ഓവർഹാങ്ങിങ്ങിന്റെ കേസും എളുപ്പം തന്നെയാണ്. ഓക്കെ, പക്ഷേ ദിസ് ഈസ് ദ കേസ് ഓഫ് പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് വൺ സൈഡ് ഓവർഹാങ് മാത്രമേ ഉള്ളൂ. ഡബിൾ സൈഡ് ഓവർഹാങ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബീം ഉണ്ടെങ്കിൽ ബീമിന്റെ രണ്ട് സൈഡിലും ഓവർഹാങ്ങിങ് പോർഷൻ നിൽക്കുന്നതിനാണ് ഡബിൾ ഓവർഹാങ്ങിങ് എന്ന് പറയുന്നത്. അപ്പം അതും സിമിലർ ആയിട്ട് തന്നെ നമ്മൾ ഓരോ സെക്ഷൻ എടുത്ത് അനലൈസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, വി വിൽ സീ ദാറ്റ് ഇൻ ഷോർട്ട് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. അത് റഫ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.